ബത്തയിൽ മലയാളി ഡ്രൈവറെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി കൊള്ളയടിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. റിയാദിലെ നാഷണൽ കോൺട്രാക്ടിംഗ് കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന രാജേഷ് പുഴക്കരയാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്കുണ്ടായ ആക്രമണത്തിന് ഇരയായത്. വാഹനം പാർക്ക് ചെയ്ത് പുറത്തിറങ്ങുന്നതിനിടെ ആഫ്രിക്കൻ വംശജരായി തോന്നിച്ച 2 പേർ മൂർച്ചയുള്ള നീണ്ട കത്തി കഴുത്തിനു സമീപം വെച്ച് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി രാജേഷ് പറയുന്നു. ഇക്കാമ, ബാങ്ക് കാർഡ്, പണം തുടങ്ങിയവ ഉൾപ്പെട്ട പേഴ്സ് ബലമായി പിടിച്ചു പറിക്കുകയായിരുന്നു. വീക്കെൻഡ് ഷോപ്പിംഗിന് കൂട്ടത്തിലുണ്ടായിരുന്ന തൊഴിലാളികളെ കൊണ്ടാണ് രാജേഷ് ബത്തയിലെത്തിയത്. പേഴ്സിലുണ്ടായിരുന്ന 350 റിയാൽ ഉൾപ്പെടെ മറ്റ് രേഖകളും നഷ്ടപ്പെട്ടു. പ്രതികളെ തടയാനുള്ള ശ്രമത്തിനിടെ കത്തിയുടെ പിൻഭാഗം കൊണ്ട് തലക്കടിച്ചെങ്കിലും ഗൗരവപരമായ പരിക്കുകളില്ല. പിടിവലിക്കിടയിൽ രാജേഷിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ വാഹനത്തിന്റെ അടിയിലേക്ക് തെറിച്ചു വീണതുകൊണ്ട് അത് നഷ്ടപ്പെട്ടിട്ടില്ല. ബോധരഹിതനായി വീഴുന്നതിനിടയിൽ അലറിക്കൊണ്ടിരുന്ന രാജേഷിന്റെ ശബ്ദം കേട്ട് സമീപത്തുണ്ടായിരുന്നവർ ഓടി വരുന്നത് കണ്ട് പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് ബന്ധപ്പെട്ട പോലീസിൽ പരാതി നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രതികളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല.